നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനിയെയും ജൂഡ് ബെല്ലിംഗാമിനെയും ഫെഡെ വാൽവെർദെയെയും ഫ്ലോറന്റീനോ പെരസിനെയുമാണ് കഴിഞ്ഞ ദിവസത്തെ റയൽ മാഡ്രിഡിൻ്റെ മത്സരത്തിൽ ബെർണാബുവിൽ ഏറ്റവും അധികം കൂവിയത്. ഇപ്പോൾ നാളെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എസ് മൊണോക്കോക്കെതിരെ കളിക്കുന്നതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ട കിലിൻ എംബാപ്പെ വളരെ കൃത്യമായിട്ട് പറയുന്നു, കൂവുന്നവരോട് നിങ്ങൾ കൂവുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എൻ്റെ ടീമിനെ കൂവണം, അല്ലാതെ വിനിയെ ബെല്ലിംഗാമിനെ ഇങ്ങനെ സിംഗിൾഡ് ഔട്ട് ചെയ്ത് കൂവേണ്ട കാര്യമില്ല. അങ്ങനെ ഒറ്റപ്പെടുത്താൻ നോക്കണ്ട, ടീമിനെ മൊത്തത്തിലാണ് കൂവേണ്ടത് എന്നാണ്. കൂവുന്നെങ്കിൽ മൊത്തത്തിൽ കൂവണം എന്നാണ് ഇപ്പോൾ എംബാപ്പെ പറയുന്നത്. ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് വിനിയെപ്പറ്റി ചോദിക്കുന്നുണ്ട്. വിനിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളൊരു അനുഭവം വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ വിനിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആദ്യം ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിനിയെ ഒന്ന് കണ്ടെത്താമെന്ന് പറഞ്ഞ് വീണ്ടും ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ആർക്കും ഒരു അഡ്വൈസും കൊടുക്കുന്നയാളല്ല, ഞാൻ അഡ്വൈസിൽ വിശ്വസിക്കുന്നയാളുമല്ല. എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വിനിയെ സംരക്ഷിക്കുക, അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അദ്ദേഹം ഹാപ്പി ആകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. വിനി നിങ്ങളെപ്പോലെയാണ്, വിനീത ആയിരിക്കുന്ന ആളെപ്പോലെയാണ്, വിനീത നമ്മളെല്ലാവരെയും പോലെയാണ്. അദ്ദേഹം ഒരു മനുഷ്യനാണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം, അല്ലാതെ ഒരാളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അദ്ദേഹം ഒരു ഫാന്റാസ്റ്റിക് പ്ലെയറാണ്, അദ്ദേഹം ഒരു ഇൻക്രെഡിബിൾ ഗൈ ആണ്. അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ പറ്റി, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ വളരെ ലക്കിയാണ്. അദ്ദേഹത്തോടുള്ള ഈ ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റിയതിൽ ഞാൻ ലക്കിയാണ്. നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. അദ്ദേഹം മാത്രമല്ലെന്നേ, ഇവിടെ അദ്ദേഹം ഒരു ഭാഗത്തും ബാക്കിയുള്ളവരൊക്കെ മറുഭാഗത്തും എന്ന രൂപത്തിൽ നിങ്ങൾ കാണേണ്ടതില്ല. റയൽ മാഡ്രിഡിൽ അദ്ദേഹം ഒറ്റപ്പെട്ടിട്ടില്ല, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോടൊപ്പമാണ്. അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് ആകുമ്പോൾ, ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. പിന്നെ വിനിയും ബെർണാബുവിൽ അദ്ദേഹത്തെ ഇട്ട് കൂവി എന്ന് പറഞ്ഞാൽ അത് വിനിയുടെ ഫോൾട്ട് അല്ല, അത് എൻ്റെ സ്ക്വാഡിൻ്റെ ഫോൾട്ടാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കണം. അതാണ് എനിക്ക് ഫാൻസിനോട് പറയാനുള്ളത്. വിനിയുടെ മാത്രം പ്രശ്നമല്ല. നിങ്ങൾ കൂവിക്കോ, അത് ഓൾ ടീമിനെ കൂവണം, അല്ലാതെ ഒരാളെ മാത്രമല്ല. നിങ്ങൾ മുഴുവൻ ടീമിനെ കൂവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഞങ്ങളുടെ ജോബാണിത്, ഞങ്ങൾക്കത് അറിയാം. പക്ഷേ ഒരാളെ മാത്രം സിംഗിൾ ഔട്ട് എടുത്തിട്ട് നിങ്ങൾ കൂവുക, അയാളുടെ മാത്രം പ്രശ്നമാണെന്ന് പറയുക, അത് ശരിയല്ല. ഇതെല്ലാവരുടെയും ഫോൾട്ടാണ്. റയൽ മാഡ്രിഡിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മൊമെൻറ്റുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അത് മാറ്റിമറിക്കുകയാണ് വേണ്ടത്. ഇതന്നെയാണ് ബെല്ലിംഗാമിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ബെല്ലിംഗാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് അത്രയധികം പൊട്ടൻഷ്യൽ ഉണ്ട്. അദ്ദേഹം ഫിറ്റ് ആകുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. തീർച്ചയായിട്ടും ഇത് ടഫാണ്, എല്ലാവർക്കും ടഫായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഫാൻസ് ഹാപ്പി അല്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു, പക്ഷേ എല്ലാവരെയും കൂവണം, അതാണ്. അല്ലാതെ ജൂഡിൻ്റെ ഫോൾട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രത്യേക താരത്തിൻ്റെ ഫോൾട്ടോ ഒന്നും അല്ല ഇത്. ഞങ്ങളുടെ ജോബാണ് ഈ സിറ്റുവേഷൻ മാറ്റിമറിക്കുക എന്നുള്ളത്. ഞങ്ങൾ ലീഗിൽ കഴിഞ്ഞ മത്സരം വിജയിച്ചു, ഇനി ചാമ്പ്യൻസ് ലീഗിലേക്ക് അത് കൊണ്ടുപോകേണ്ടതുണ്ട്. ഫാൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ എഫേർട്ട് ഇടുന്ന കാണുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി കിലിൻ എംബാപ്പെ പറയുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.